വെൽക്കം ടു മാസ്റ്റർ ഓൺലൈൻ ക്ലാസ്സസ്. സെറ്റ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സബ്സെറ്റ്. എന്നാ സബ്സെറ്റ് നോക്കാം. എ സെറ്റ് ബി ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് എ ഇഫ് എവരി എലമെന്റ് ഓഫ് ബി ഈസ് ആൾസോ ആൻ എലമെന്റ് ഓഫ് എ. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇഫ് എ ബിലോങ്സ് ടു ബി ഇംപ്ലൈസ് എ ബിലോങ്സ് ടു എ. ഒരു സെറ്റ് ബി മറ്റൊരു സെറ്റ് എയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ ബി എന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റും എ എന്ന സെറ്റിലും ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും സബ്സെറ്റിനെ? ബി ഈസ് സബ്സെറ്റ് ഓഫ് എ. ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചാണ്, ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്സെറ്റിനെ സൂചിപ്പിക്കുന്നത്. ഇഫ് എ ബിലോങ്സ് ടു ബി, എ എന്ന എലമെന്റ് ബി എന്ന സെറ്റിലുള്ളതാണ്. ഇംപ്ലൈസ് എ ബിലോങ്സ് ടു എ. ആ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കണം? എ എന്ന സെറ്റിലും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ബി എന്ന സെറ്റ് എയുടെ സബ്സെറ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7. സെറ്റ് ബി ഈക്വൽ ടു 3 5 7. ബി എന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 3 5 7. ഈ മൂന്ന് എലമെന്റ്സും എവിടെയുണ്ട്? സെറ്റ് എക്കകത്ത് ഉണ്ട്. അത് നമുക്ക് എന്ത് പറയാം? ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. ബി എന്താണ്? എയുടെ സബ്സെറ്റ് ആണ്. നമുക്ക് മറ്റൊരു സെറ്റ് ഉണ്ട്, സെറ്റ് സി. അതിനകത്ത് എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 8. നോക്കാം, സി എയുടെ സബ്സെറ്റ് ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, സിക്കകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 8. സിക്കകത്തുള്ള 2 എവിടെയുണ്ട്? എ എന്ന എലമെന്റ്, എ എന്ന സെറ്റിനകത്ത് ഉണ്ട്. പക്ഷേ എന്തില്ല? 8 എന്ന എലമെന്റ് എക്കകത്ത് ഇല്ല. അതുകൊണ്ട് എന്താണ്? സിക്കകത്തുള്ള എല്ലാ എലമെന്റും ഇവിടെ ഇല്ല, എ എന്ന സെറ്റിനകത്ത് ഇല്ല. നമുക്ക് എന്ത് പറയാം? സി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. സി എന്തല്ല? എയുടെ സബ്സെറ്റ് അല്ല. ക്യാപിറ്റൽ എൻ. നമ്മൾ എന്തിനാണ് ക്യാപിറ്റൽ എൻ ഉപയോഗിക്കുന്നത്? Capital N is the set of all natural number. എല്ലാ നാച്ചുറൽ നമ്പറിനെയും സെറ്റ് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? ക്യാപിറ്റൽ N എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജർ. എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിന്റെ സബ്സെറ്റ് ആണ് നാച്ചുറൽ നമ്പർ. പറയാമല്ലോ? ശരിയാണ്. ശരി, നമുക്ക് എന്ത് പറയാം? Set of all integer is also a subset of set of all rational numbers. പറയാമല്ലോ? എന്താണ്? നാച്ചുറൽ നമ്പർ ആരുടെ സബ്സെറ്റ് ആണ്? ഇൻഡിജറുകളുടെ സബ്സെറ്റ് ആണ്. ഇൻഡിജറുകൾ ആരുടെ സബ്സെറ്റ് ആണ്? റാഷണൽ നമ്പറുകളുടെ സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ എന്ത് പറയാം? റാഷണൽ നമ്പർ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ rational numbers is a subset of set of all real numbers. പിടികിട്ടുമല്ലോ? ശരി, അടുത്ത നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. റൈറ്റ് ആൾ ദി സബ്സെറ്റ്സ് ഓഫ് ദി സെറ്റ് 1, 2. 1, 2 എലമെന്റ്സ് ആയി വരുന്ന ഈ സെറ്റിന് വരുന്ന എല്ലാ സബ്സെറ്റും എന്ത് ചെയ്യുക? എഴുതുക. നമുക്ക് സെറ്റിന് പേര് കൊടുക്കാം. ദ ഗിവൺ സെറ്റ് ഈസ് എ. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2. നമ്മൾ തന്നിരിക്കുന്ന സെറ്റിന് ഒരു പേര് കൊടുത്തു, സെറ്റ് എ 1, 2. നമുക്ക് എന്ത് എഴുതണം? ഈ സെറ്റിന്റെ സബ്സെറ്റായി വരുന്ന സെറ്റുകൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, ഇവിടെ എത്ര എലമെന്റ് ഉണ്ട് ഈ സെറ്റിനകത്ത്? 2 എലമെന്റ്സ് ഉണ്ട്, 1, 2. അപ്പോൾ ഇവ എലമെന്റായി വരുന്ന മറ്റു സെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുതിയാൽ മതി. സബ്സെറ്റുകൾ നോക്കാം. ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഈ സെറ്റിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ആ എലമെന്റ് 1 ആണ്. നോക്കുക, ഈ സെറ്റ് എന്താണ്? എ എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. പിടികിട്ടുമല്ലോ? ശരി, ഇതെന്താണ്? മറ്റൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഈ സെറ്റിനകത്തുള്ള എലമെന്റ് ഏതാണ്? 2 ആണ്. ഇത് എന്ത് തന്നെയാണ്? എയുടെ ഒരു സബ്സെറ്റ് തന്നെയാണ്. ഇതെടുക്കുക, 1, 2 സെറ്റ്
1,2. ഇതെന്ത് തന്നെയാണ്? സെറ്റ് എക്ക് ഈക്വലായ മറ്റൊരു സെറ്റാണ്. കാരണം എന്താണ്? ഇതിനകത്തുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ട്. സെറ്റ് എക്ക് അകത്തും ഉണ്ട്. അപ്പോൾ എ എന്ന സെറ്റും ബി എന്ന സെറ്റും എന്താണ്? സെയിം സെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ സെറ്റ് എ തന്നെ എന്താണ്? സെറ്റ് എയുടെ മറ്റൊരു സബ്സെറ്റ് ആണ്. നമുക്ക് എന്ത് പറയാം? ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്, അല്ലേ? ആണ്. ശരി. അപ്പോൾ നമുക്ക് എത്ര സബ്സെറ്റ് കിട്ടി? മൊത്തം 3 സബ്സെറ്റ് നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ കിട്ടി. ഇനി ഒരു സബ്സെറ്റ് കൂടി ഉണ്ട്. അതേതാണ്? നൾ സെറ്റ്. എന്താണ് നൾ സെറ്റ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? നൾ സെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. പിടികിട്ടുമല്ലോ? നമ്മൾ എന്തൊക്കെ ചെയ്തു? നമുക്ക് എത്ര സബ്സെറ്റ് കിട്ടി? 1, 2, 3, 4 സബ്സെറ്റ് കിട്ടി. പിടികിട്ടുമല്ലോ? ശരി. ഇനി സെറ്റ് എയുടെ സബ്സെറ്റുകളുടെ സെറ്റ് നമുക്ക് എന്ത് പറയാം? പവർ സെറ്റ് ഓഫ് എ. എന്താണ് പവർ സെറ്റ് ഓഫ് എ? പവർ സെറ്റ് ഓഫ് എ ഞാൻ ഡിനോട്ട് ചെയ്യുന്നു പി ഓഫ് എ. എന്താണ് പവർ സെറ്റ് ഓഫ് എ? നമുക്ക് അടുത്ത് നോക്കാനുള്ള എന്താണ് പവർ സെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് പവർ സെറ്റ് നോക്കാം. പവർ സെറ്റ് ദ കളക്ഷൻ ഓഫ് all subsets of a set is called പവർ സെറ്റ്. ഒരു സെറ്റിന്റെ സബ്സെറ്റുകളുടെ സെറ്റിനെയാണെന്ന് പറയുന്നത് പവർ സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സെറ്റ് ഈസ് എ. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എ ആണെങ്കിൽ പവർ സെറ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. നമുക്ക് നോക്കാം പി ഓഫ് എ കണ്ടുപിടിക്കാം. ഇവിടെ എ എന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? എ കോമ ബി കോമ സി. എ ബി സി ഇവയാണെന്ന് പറയുന്നത് എ എന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന സെറ്റ് എയുടെ പവർ സെറ്റ് കണ്ടുപിടിക്കാം. സെറ്റ് എയുടെ പവർ സെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആദ്യം സെറ്റ് എയുടെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് എന്ത് ചെയ്യണം? കണ്ടെത്തണം. നോക്കാമല്ലോ. ഏതൊക്കെ വരുന്നുണ്ട്? സെറ്റ് എ എന്താണ്? എയുടെ ഒരു സബ്സെറ്റ് ആണ്. അതുപോലെ സെറ്റ് ബി എന്താണ്? സെറ്റ് എയുടെ ഒരു പവർ സെറ്റ് ആണ്. സെറ്റ് സി എന്താണ്? എയുടെ ഒരു പവർ സെറ്റ് സബ്സെറ്റ് ആണ്. ശരി. അതുപോലെ സെറ്റ് എ കോമ ബി. സെറ്റ് എ കോമ ബി ഈ സെറ്റ് തന്നെയാണ് സെറ്റ് എയുടെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് ഓഫ് എ കോമ സി. എ കോമ സി എന്ന എലമെന്റ്സ് ഉൾപ്പെടുന്ന ഈ സെറ്റ് തന്നെയാണ് എ എന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. സെറ്റ് ബി കോമ സി എന്താണ്? എ എന്ന സെറ്റിന്റെ മറ്റൊരു സബ്സെറ്റ് ആണ് സെറ്റ് ബി കോമ സി. അത് നമുക്ക് എന്ത് പറയാം? ഇത് എന്ത് തന്നെയാണ്? ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ്. ശരി. നമ്മൾ എന്ത് പഠിച്ചു? നൾ സെറ്റ്. നൾ സെറ്റ് എന്താണ്? അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്താണ്? ഏതൊരു സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. നമ്മൾ ഏത് സെറ്റ് എഴുതിയാൽ നമുക്ക് എന്താണ് എഴുതാം? ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് എംപ്റ്റി സെറ്റിന് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ എന്താണ് നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ ഫൈ എന്താണ്? എ എന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഏതൊരു സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഇപ്പോൾ എയുടെ സബ്സെറ്റ് ആണ് എ എന്ന സെറ്റ്. എ എന്ത് തന്നെയാണ്? എയുടെ സബ്സെറ്റ് തന്നെ. നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. ശരി. സെറ്റ് ഓഫ് എ കോമ ബി കോമ സി എന്താണ്? എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയ സബ്സെറ്റുകൾ. എ എന്ന എലമെന്റ്സിന്, എ എന്ന സെറ്റിന് കിട്ടിയ സബ്സെറ്റുകളാണ് ഇത്രയും. സബ്സെറ്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പരമാവധി എഴുതാൻ കഴിയുന്ന എല്ലാ സബ്സെറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എത്ര സബ്സെറ്റ് കിട്ടി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. എ എന്ന സെറ്റ് നമുക്ക് എത്ര സബ്സെറ്റ് എഴുതാൻ പറ്റി? 8 സബ്സെറ്റ് എഴുതാൻ പറ്റി. അപ്പോൾ പവർ സെറ്റ് ഓഫ് എ, എയുടെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ് ഉണ്ട്. അതായത് 8 സെറ്റ് നമുക്ക് എഴുതാൻ പറ്റി. അതുകൊണ്ട് 8 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് പവർ സെറ്റിനകത്ത്.
ഉള്ളത്. നമ്മൾ നേരത്തെ ബി ഇസ് ഈക്വൽ ടു 1,2 ഇങ്ങനെ ഒരു സെറ്റ് എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ പവർ സെറ്റ് ഏതൊക്കെയാണ്? പവർ സെറ്റ് ഓഫ് ബി or P of B equal to ഏതൊക്കെ വരുന്നുണ്ട്? സിംഗിൾട്ടൺ സെറ്റ് 1, സിംഗിൾട്ടൺ സെറ്റ് 2, 1,2 ദാറ്റ് ഈസ് സെറ്റ് ബി. സെറ്റ് ബി തന്നെയാണ്. അടുത്തത് എന്താണ്? നൾ സെറ്റ് ഓർ എം ഡി സെറ്റ് ഓർ 5. അപ്പോൾ എത്ര എലമെന്റ് വന്നു? എത്ര സബ്സെറ്റ് കിട്ടി നമുക്ക്? 1, 2, 3, 4 സബ്സെറ്റ് കിട്ടി. അപ്പോൾ പവർ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ let us set capital X. Capital X. Capital X എന്താണ്? ഒരു സെറ്റ് ആണ്. Has n elements. X എന്ന സെറ്റിനകത്ത് n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. n വേണ്ട. Let a set X has m elements. X എന്ന സെറ്റിനകത്ത് m നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. എഴുതാം n of x. That means number of elements in x equal to m. ഇവിടെ കിട്ടുമല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ n of power set of x. അങ്ങനെയെങ്കിൽ എക്സിന്റെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്നിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാകും? എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ഇക്വേഷൻ ഉണ്ട്. 2m. എത്ര എലമെന്റ്സ് ഉണ്ടാകും? 2m. ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര എലമെന്റ് ഉണ്ടായിരുന്നു? n of b equal to 2. അങ്ങനെയെങ്കിൽ n of p of b or number of elements in power set of b, 2 എത്ര വന്നു? 4. എത്ര എണ്ണം കിട്ടി നമുക്ക്? 1, 2, 3, 5 ഉൾപ്പെടെ 4 എണ്ണം കിട്ടി. അപ്പോൾ ശരിയാണല്ലോ. ശരി. n of a equal to 3. 3 അല്ലായിരുന്നോ? ശരി. n of p of a എത്ര വരും? 2 അപ്പോൾ എത്ര വന്നു? 8. അപ്പോൾ നേരെ എത്ര എലമെന്റ് കിട്ടിയായിരുന്നു? 8 എലമെന്റ് കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്റർവെൽസ് ആർ സബ്സെറ്റ് ഓഫ് ആർ. റിയൽ നമ്പറിന്റെ സബ്സെറ്റുകളെ നമുക്ക് ഇന്റർവെലുകളായിട്ട് എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് ഇന്റർവെൽ a, b. എയും ബിയും എന്താണ്? 2 റിയൽ നമ്പർ ആണ്. നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നു? ഇന്റർവെലുകളായിട്ട് എഴുതിയിരിക്കുന്നു. എ മുതൽ ബി വരെയുള്ള റിയൽ നമ്പറുകളെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ഇന്റർവെലായിട്ട് എഴുതിയിരിക്കുന്നു. ഈ ഇന്റർവെൽ എന്ന് പറയുന്നത്, ഈ എഴുതിയിരിക്കുന്ന എല്ലാ ഇന്റർവെല്ലുകളും എന്താണ്? റിയൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ a, b എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് a less than or equal to x less than or equal to b. a മുതൽ b വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും സെറ്റ് ആണെന്ന് അറിയപ്പെടുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ a, b. ഇതൊരു നമ്പർ ലൈൻ ആണ്. ഈ നമ്പർ ലൈനകത്തുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? റിയൽ നമ്പർ ആണ്. ഇത് റിയൽ നമ്പർ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഒരു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. a മുതൽ b വരെയുള്ള എല്ലാ എലമെന്റ്സ് ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. ക്ലോസ്ഡ് ഇന്റർവെൽ a, bയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്റർവെലിനകത്ത് a എന്ന എലമെന്റും b എന്ന എലമെന്റും ഉൾപ്പെടെ എലമെന്റ്സ് ഉണ്ട്. a എലമെന്റും b എലമെന്റും ഇവിടെ ഉൾപ്പെടുന്നതാണ്. ക്ലോസ്ഡ് ഇന്റർവെൽ a, bയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് ഓപ്പൺ ഇന്റർവെൽ a, b. ഓപ്പൺ ഇന്റർവെൽ a, b ഡിഫൈൻ ചെയ്ത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് a ലെസ് ദാൻ x ലെസ് ദാൻ b. എന്താണ് വ്യത്യാസം? ഈ ഇന്റർവെലിനകത്ത് a എന്ന എലമെന്റും b എന്ന എലമെന്റും എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെട്ടിട്ടില്ല. a എന്ന എലമെന്റും b എന്ന എലമെന്റും ഉൾപ്പെട്ടിട്ടില്ല. a കഴിഞ്ഞ് വരുന്ന
തൊട്ടടുത്ത എലമെന്റ് മുതൽ ബിക്ക് തൊട്ട് മുൻപ് വരുന്ന എലമെന്റ് വരെ, ബിക്ക് തൊട്ട് മുൻപ് വരുന്ന നമ്പർ വരെയാണെന്ന് അറിയപ്പെടുന്നത് ഈ ഇന്റർവെലിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ടു ഓപ്പൺ ഇന്റർവെൽ ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. നമ്പറിൽ നോക്കാം. എ എന്ന എലമെന്റ്, എ എന്ന നമ്പർ ഈ ഇന്റർവെലിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ബി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ബിക്ക് തൊട്ട് മുൻപ് വരെയുള്ള നമ്പർ വരെ എന്തുള്ളൂ ഈ ഇന്റർവെലിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. ബി ഈ സബ്സെറ്റിനകത്ത് വന്നിട്ടില്ല, ഈ സെറ്റിനകത്ത് വന്നിട്ടില്ല. ബിക്ക് തൊട്ട് മുൻപുള്ള നമ്പർ വരെ എവിടെ വന്നിട്ടുള്ളൂ? ഈ സെറ്റിനകത്ത് വന്നിട്ടുള്ളൂ. അടുത്തത് ഓപ്പൺ ഇന്റർവെൽ എ ടു ക്ലോസ്ഡ് ഇന്റർവെൽ ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നമ്പറിൽ നോക്കാം. എ എന്ന എലമെന്റ് ഈ ഇന്റർവെലിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. എ കഴിഞ്ഞുള്ള തൊട്ടടുത്ത നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട്. എ കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ മുതൽ ബി എന്ന നമ്പർ വരെ, ബി എന്ന നമ്പർ ഈ ഇന്റർവെലിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, എന്നാൽ എന്തില്ല? എ ഉൾപ്പെട്ടിട്ടില്ല. ഇതാണ് ഇന്റർവെൽസ് ആർ സബ്സെറ്റ് ഓഫ് ആർ. നമുക്ക് എന്ത് ചെയ്യാം? റിയൽ നമ്പറിന്റെ സബ്സെറ്റുകളെ ഇന്റർവെലുകളായിട്ട് എഴുതാം. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ യു കൊണ്ടെന്ന് എഴുതുന്നു, യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ എഴുതുന്ന ബേസിക് സെറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നു, സെറ്റ് എ. സെറ്റ് എ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റാണ്. സെറ്റ് എ ഈസ് ദി സെറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. സെറ്റ് എ എന്താണ്? ഇന്ത്യയിലെ പോപ്പുലേഷന്റെ സെറ്റാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എന്ത് എഴുതാം? സെറ്റ് ഓഫ് പോപ്പുലേഷൻസ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ എല്ലാ ജനസംഖ്യ ഉൾപ്പെടുന്ന സെറ്റ്, അതാണെന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സെറ്റ് 1, 2, 3, 4, 5. നമ്മൾ സെറ്റ് എഴുതി. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹിയർ ദ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ. ഇവിടെ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്? എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നമ്മൾ എന്ത് എഴുതുന്നു? നാച്ചുറൽ നമ്പർ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ എന്ത് എഴുതുന്നു? നമുക്ക് എന്ത് പറയാം? ഹിയർ റിയൽ നമ്പർ ഈസ് ദി യൂണിവേഴ്സൽ സെറ്റ്. ഹിയർ റിയൽ നമ്പർ എന്താണ്? ഇവിടെ എന്താണ്? റിയൽ നമ്പർ ആണെന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്.